ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളങ്ങനെ മണാലിയിൽ നിന്നൊക്കെ തിരിച്ച് വന്നിട്ട് നേരെ ഡൽഹിയിലേക്ക് തന്നെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡൽഹിയിലെ ഫസ്റ്റ് ഡേ ആണ്, മണാലിയിൽ നിന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് രാവിലെ തന്നെ ഇവക്കുട്ടിയും അസി ബേബിയൊക്കെ കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ ഇവക്കുട്ടിക്ക് തണുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പോകുന്നത് പോലെ തന്നെ ഓട്ടോയിലായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെയല്ലേ പോവുള്ളൂ. അപ്പോൾ ഇതാ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ രണ്ടാൾക്കാർ. അപ്പോൾ ഇവക്കുട്ടിയും മസ ബേബിയും എയ്ഡനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഇവിടെ ഈ ഒരു മെട്രോ സ്റ്റേഷനിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്താ പോന്ന അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഡൽഹിയിൽ എത്തിയത് മുതൽ രാവിലെ എപ്പോഴും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എപ്പോഴും മസാല ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവക്കുട്ടിക്കൊക്കെ അതായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. മസാല ദോശയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ കഴിച്ചോളും. അപ്പോൾ നല്ല വിശപ്പും ഉണ്ടായിരുന്നു, ഉച്ചയാവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കുറേ ഷോപ്പിങ്ങിൻ്റെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളും ചെറിയ ഇതുപോലത്തെ ഈ ഒരു ഓർണമെൻറ്റ്സിൻ്റെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ മാലകളൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി മാലയും കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഇവക്കുട്ടിക്ക് വെറുതെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ, വാങ്ങിക്കാനൊന്നുമല്ല. പിന്നെ ഒന്ന് അവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നിപ്പോൾ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു മാലയൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ചെറിയ പ്രൈസിലാണ് കേട്ടോ അവിടെയെല്ലാം ഉള്ളത്. പക്ഷേ എങ്കിൽ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ നല്ല പ്രൈസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാല ഇട്ടിട്ട് ഇവക്കുട്ടിക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളും വേറൊരു മാലയും കൂടി ഉണ്ടായിരുന്നേ, അത് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവക്കുട്ടിക്ക് വെച്ച് നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഇതുപോലത്തെ ചെറിയ ഷോപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നല്ല പ്രൈസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കാനൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ വേറെ ഇതുപോലത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയുണ്ട്. ചെറുതല്ല, വലിയ മാർക്കറ്റുകൾ തന്നെയുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ചെറിയ പ്രൈസിനൊക്കെ കിട്ടും. അതുകൊണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു മാലയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ടായിരുന്നു ഇവക്കുട്ടിക്ക് ഇട്ട് നോക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളക്ഷനിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിടിച്ച് കടിക്കും വേണ്ടേ ഇവക്കുട്ടി വാ. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ഒരു ജന്തർ മന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള ഡൽഹിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഇത് ഇവക്കുട്ടിയൊക്കെ ഒരേ ഓട്ടമായിരുന്നു. അവിടെ കുറേ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല ഓട്ടമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. പിന്നെ ഏടനിക്ക് നടക്കാൻ പറ്റില്ല, എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവക്കുട്ടിയൊക്കെ കളിയാക്കുവാണ്. അയ്യേ വലിയ കുട്ടിയായിട്ട് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവക്കുട്ടി എടുക്കാൻ പറയും. ഇപ്പം പിന്നെ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവക്കുട്ടി ഉള്ളതുകൊണ്ട് അസി ബേബിയും ഇവക്കുട്ടീൻ്റെ കൂടെ അതേപോലെ കോപ്പി ചെയ്യുന്നുണ്ട്, അതേപോലെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കുറേ ഫ്ലവറും കുറേ കളറൊക്കെയുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവക്കുട്ടി അതിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ കളറൊക്കെ നോക്കി പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറേ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരേ ഓട്ടമായിരുന്നു. അതേപോലെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, കുറേ സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ട്. നടക്കണം എന്നാ കണ്ണിന് കുത്തി അത് പോട്ടെ, സാറില്ല, തട്ടിപ്പോയതല്ലേ, കളിക്കുമ്പോൾ അങ്ങനെ തട്ടിപ്പോലെ ചെയ്യും. പോട്ടെ, സാറില്ല കേട്ടാ. നോക്കിയോ കുട്ടി അവിടെ നോക്കിയേ. അതിന് നമ്മൾ കയറാൻ പാടില്ല, കയറാണ്ടിരിക്കാനാണ് അവിടെ വെച്ചിന്. അവിടെ തന്നെയാ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഇത് കണ്ടോ, ഇവിടെ എന്താണ്
സ്റ്റെപ്പ് ഇതാ ഫുള്ള് ഇത് ഇങ്ങനെയുള്ള ഇവ എന്നല്ലേ സൂപ്പറായി. തൂവല് ആ തൂവാലല്ല തൂവല്. പിന്നെ ഇവിടെ ഇങ്ങനെ കളിക്കുന്ന സ്ഥലമൊന്നും അല്ല, അതിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കുട്ടിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർക്കൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ടൈം കുട്ടിക്ക് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകാൻ നോക്കി, ഇവിടെ അധിക സമയം നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഇവരൊക്കെ ഇങ്ങനെ ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പോൾ ഇവക്കുട്ടി ചെയ്യുന്നതായിട്ട് അതേപോലെ ഒരാൾ കൂടെ ചെയ്യാൻ വന്നിട്ടുണ്ട്, സെയിം കോപ്പി ചെയ്യാൻ കേട്ടോ. ഇവക്കുട്ടി എന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ കുട്ടിക്കൊക്കെ ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ മൂന്നാളും ഇങ്ങനെ അച്ഛൻ്റെ തോളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തത് ജമാ മസ്ജിദിലേക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഉള്ളിലും അതേപോലെ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ടൈമേ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് കുട്ടികളെയും കൊണ്ടും അങ്ങനെ അധികം നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ആ ഒരു പള്ളീൻ്റെ മുകളിൽ നോക്കുമ്പോൾ തന്നെ ഇതുപോലെ തിരക്കുണ്ടായിരുന്നു. അങ്ങ് ദൂരെ വരെ തിരക്കാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വേഗം ഒന്ന് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ നമ്മൾ മെട്രോയിൽ കയറി വേറൊരു സ്ഥലത്ത്. അപ്പോഴേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് അല്ല, ഈവനിങ് ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ടെമ്പിളിലേക്കാണ് പോയത്. ഈ ഒരു ടെമ്പിളിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ അവിടെയും എന്താ പറയുക, എല്ലാവിടെയും ഇതേപോലെ തിരക്കായിരുന്നു. നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും ഫോണും ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് വേഗം വന്നു. പിന്നെ പുറത്തുനിന്ന് ഈ ഒരു ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ അടിപൊളിയാണ്, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തന്നെ അത് കാണണം. പിന്നെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.